സഭയുടെ മകളായി ശില്പായി നിൽക്കുന്ന സൂര്യനെ ക്രിസ്തീയ പ്രമാണങ്ങളും തിരുസഭയുടെ കൽപ്പനകളും അനുസരിച്ച് വിവാഹം ചെയ്യും സ്വന്തമാണ്. We get lost, we can get high. Because me gone, I feel alive. Anywhere, anyway, I will love you. We rule the world, just you and I. Just let me down, we walk the line. But now nothing's gone wrong, I'll take a shot for you. Give me your love, give me clouds, never let you go. Give me your love, give me clouds, never let you go. Give me your love. Give me your love. Never let you go. We get lost, we can get high. Because me gone, I feel alive. Anywhere, anyway, I will love you. We rule the world, just you and I. Just let me down, we walk the line. But now nothing's gone wrong, I'll take a shot for you. Give me your love, give me clouds, never let you go. Give me your love, give me clouds, never let you go. Give me your love. Give me your love. Give me your love.
ദിവ്യസ്നേഹമേ തിരുഭോജ്യമായി നിറയേണമേ, ദിവ്യകാരുണ്യമേ തിരുജീവനായി പടരേണമേ. നീ വരുമ്പോൾ എൻ മാനസത്തിൽ സ്നേഹപൂർവം ഞാനിന്നൊരുക്കാം. ഹൃദയം നിറയെ പൂമണ്ഡപം തെളിയും പ്രഭതൻ പൊൻദീപകം. ദിവ്യസ്നേഹമേ തിരുഭോജ്യമായി നിറയേണമേ, ദിവ്യകാരുണ്യമേ തിരുജീവനായി പടരേണമേ. സ്നേഹമേ ദിവ്യ സ്നേഹമേ നിത്യജീവനായി എന്നിൽ വാഴണേ. ദീപമേ സത്യദീപമേ ദിവ്യശോഭയായി എന്നിൽ തെളിയണേ. നാഥ യേശുനാഥ, ഏഴയാം ഞാൻ കാത്തുനിൽപ്പൂ. കാര്യങ്ങൾ പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ ഉത്തരം തന്നരുളാം എന്നുള്ളൊരു വാഗ്ദത്തം പോലെയവായി, എന്നുള്ളൊരു വാഗ്ദത്തം പോലെ. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും നമുക്ക് ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. വിവാഹനാകാൻ പോകുന്ന ഈ മകനെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ വിവാഹ കൂദാശയും അനുബന്ധ സൽക്കാരങ്ങളുമൊക്കെ അനുഗ്രഹപ്രദമായി നടക്കുവാനായിട്ട് നമുക്ക് ദൈവകൃപയോട് അപേക്ഷിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശഭൂമി നിറഞ്ഞിരിക്കുന്ന ബലവാൻ തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഉയരങ്ങളിൽ ഊശാന. നാമത്തിൽ നീ ശുദ്ധമുള്ളവനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മണ്ഡലാദിനെ നീ പരിശുദ്ധനാകുന്നു. ദൂഷപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ ശുദ്ധമുള്ളവനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മണ്ഡലാദിനെ നീ പരിശുദ്ധനാകുന്നു. ദൂഷപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ ശുദ്ധമുള്ളവനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മണ്ഡലാദിനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ദൂഷപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടാ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. സുദസ്സനായ ഞങ്ങളുടെ പിതാവേ, രാജ്യം വരണമേ. ക്ഷമിച്ചതുപോലെ നിങ്ങളുടെ കർമ്മങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. നിങ്ങളെ രക്ഷിച്ചോളണമേ. ശക്തിയും നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. കർത്താവിനോടുകൂടെ നല്ലവനായ കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഈ ദിവസം ഞങ്ങൾക്ക് നൽകിയതിനാൽ നിനക്ക് നന്ദി പറയുന്നു. ഇന്ന് മാത്രമല്ല, ഞങ്ങൾ ഓരോരുത്തരും ജനിച്ച നാൾ മുതൽ പ്രത്യേകമായി ഞങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുകയും കരുതുകയും കൈനീട്ടി അനുഗ്രഹിക്കുകയും കുടുംബങ്ങളായിട്ടും വ്യക്തികളായിട്ടും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന വലിയ ദൈവം നീയാകയാൽ തന്നെ സ്തുതിക്കുന്നു.
യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ആര് കുറവുണ്ടാകുന്ന സങ്കീർത്തകൻ പ്രാർത്ഥിച്ചതുപോലെ എന്നും ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് വിശ്വാസത്തിൽ സ്ഥിരപ്പെട്ട് ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം സ്നേഹിച്ച് ജീവിക്കാൻ കർത്താവേ ഞങ്ങളുടെ ഓരോരുത്തരെയും നീ അനുവദിക്കുന്നതിനാലും സഹായിക്കുന്നതിനാലും നിനക്ക് നന്ദി പറയുന്നു. ഞങ്ങളെല്ലാം കൂടി ഭവനത്തിൽ കൂടി വിവാഹിതനാകാൻ പോകുന്ന ഈ മകനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കുടുംബജീവിതത്തിൻ്റെതായ എല്ലാ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അബ്രഹാമിനെ, ഇസഹാക്കിനെ, യാക്കോബിനെ, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെല്ലാവരെയും കുടുംബങ്ങളായിട്ട് അനുഗ്രഹിച്ച കർത്താവേ ഈ മകനെ അനുഗ്രഹിക്കണമേ, നല്ലൊരു കുടുംബജീവിതം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിവാഹ കൂദാശ ദേവാലയത്തിൽ നടക്കുമ്പോൾ നീ തന്നെ നടത്തി പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സൽക്കാര്യങ്ങളും കൂടി വരവുകളുമൊക്കെ അനുഗ്രഹപ്രദമായി നടക്കുവാനായിട്ട് സഹായിക്കുന്നു. അതിലെ കുറവുകളൊക്കെയും കർത്താവെ അറിഞ്ഞ് നികത്തേണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാനായിലെ കല്യാണ വിരുന്നിനെ കടന്നു ചെന്ന ആ കുടുംബത്തിൻ്റെ കുറവുകൾ അറിഞ്ഞ് അനുഗ്രഹിച്ച കർത്താവെ ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുന്ന കാര്യങ്ങളുടെ എല്ലാ കുറവുകൾ അറിഞ്ഞ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കൂടി വരവ് അനുഗ്രഹത്തിൻ്റെ ഒരവസരമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന ഫിലിപ്പോസച്ചനെയും ബാക്കി കുടുംബാംഗങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. മാനവും മഹത്വവും എപ്പോഴും നിനക്കുള്ളതാകുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവും ആവാസവും നാം എല്ലാവരുടെ മേലും വിവാഹിതനാകാൻ പോകുന്ന ഈ മകന്റെ മേലും ഇന്നത്തെ എല്ലാ കൂദാശ കർമ്മത്തിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ.
പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്നവനും പരിപാലകനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉഗ്രഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. വിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. സഹോദരങ്ങളെ, സൂരജും ശില്പയും വിവാഹിതരായിക്കൊള്ളാമെന്നും അത് പൂർണ്ണ മനസ്സോടും പൂർണ്ണ സമ്മതത്തോടും കൂടിയാണ് നടത്തുന്നതെന്നും ദൈവസന്നിധിയിലും ഇവിടെ കൂടിയിരിക്കുന്ന സഭാമക്കളുടെ മുൻപാകെയും ഇപ്പോൾ പറയുന്നതാണ്. നിങ്ങളിതിന് സാക്ഷികളായി. സഭയുടെ മകനായ സൂരജ് നിൽക്കുന്ന ശില്പയെ ക്രിസ്തീയ പ്രമാണങ്ങളും തിരുസഭയുടെ കൽപ്പനകളും അനുസരിച്ച് വിവാഹം ചെയ്യാൻ സമ്മതമാണ്. സഭയുടെ മകളായ ശില്പയിൽ നിൽക്കുന്ന സൂരജിനെ ക്രിസ്തീയ പ്രമാണങ്ങളും തിരുസഭയുടെ കൽപ്പനകളും അനുസരിച്ച് വിവാഹം ചെയ്യാൻ സമ്മതമാണ്. ദൈവമായ കർത്താവേ, നീ മുഖാന്തരവും നിന്നോടുകൂടെയും ഞങ്ങളുടെ സന്തോഷങ്ങൾക്ക് ആരംഭവും ഞങ്ങളുടെ ആനന്ദത്തിന് പൂർത്തീകരണം ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സൗഭാഗ്യത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. കരുണാപൂർവ്വം ഞങ്ങളുടെ ദുഃഖങ്ങൾ മായിച്ച് ദയാപൂർവ്വം ഞങ്ങളുടെ സുഖങ്ങൾ വർദ്ധിപ്പിക്കണമേ. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസ്സാക്ഷികൾ ശ്രേഷ്ഠമാകുകയും ചെയ്യട്ടെ. ഈ മണവാളൻ പൂർണ്ണനും ഈ മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്നോട് മാതൃകളെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകല വിശുദ്ധന്മാരോടും കൂടി അക്ഷയഭാഗങ്ങളിൽ ഞങ്ങളെ ആനന്ദിപ്പിക്കണമേ. പിതാവും പരിശുദ്ധന്മാരുമേ, നിന്റെ വിശുദ്ധന്മാരുടെ സംഘങ്ങളിലും നിന്റെ വാത്സല്യഭാജനുള്ള ഗണങ്ങളിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും അർപ്പിക്കുമാറാകണമേ. മോരൻ വാലോക പരിപാവന
സ്വർഗത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും അനുരഞ്ജിപ്പിച്ച നിന്റെ സമാധാനം അന്യോന്യം സമൃദ്ധരായിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരനെ സംയോജിപ്പിക്കണമേ. ഇവരായുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുവാനും സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും തക്കവണ്ണം ഇവർക്ക് ഹൃദയൈക്യം നൽകണമേ. ഹോശോ മനമേ സദ്വചനമുഴുത്തിടുക ഹല്ലേലൂയ. വിവരിക്കൂ നിൻ കൃപനോട് കൃതികൾ. അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തോത്രവും പ്രഭയും പുകഴ്ചയും ഒരു നാളും മാഞ്ഞുപോകാത്തമല്ല ഉന്നതിയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. പുറജാതികളുടെ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുക്കുകയും സകലവിധ കളവികളിൽ നിന്നും അവളെ തന്നെ നമ്മുടെ രക്തത്താൽ പവിത്രീകരിക്കുകയും ചെയ്ത സ്വർഗീയമണവാളിന് സ്തുതി. അവൻ ഭൗമിക സഭയുമായി വിവാഹ നിശ്ചയം ചെയ്ത് സഭയോൾക്ക് വരനായി തീരുകയും അശുദ്ധവിശാചുക്കളുടെ ദാസ്യത്തിൽ നിന്നും അവളെ രക്ഷിച്ച് സർവവിധമായ കടകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അവൾക്ക് മോചനം നൽകുകയും ചെയ്തു. തൻ്റെ സഭയുടെ വിവാഹവിരുന്നിന് സകല വിജാതികളെയും സ്വജാതികളെയും പ്രവാചകന്മാരെയും സ്ത്രീഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ച കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. അവന് സ്വദാസരുടെ മോതിരങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും നാഴികളിലും അടിയങ്ങളായി സോടെ ജീവിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. യാവുമോ സ്വതഹായ ശ്രേഷ്ഠമാക്കി കരുണാപൂർവ്വം സഹായിക്കുകയും അതിന്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ സ്വീകരിക്കുകയും ചെയ്തു. നീ മനുഷ്യരുടെ സർവപരിജ്ഞാനത്തിന്റെ പരിസ്ഥനും അതീതനും സദാനന്ദനും സമർത്ഥനും ഇന്നകളിൽ നിന്ന് ദുർസ്ഥലമാകുന്നു. നീ അനിശ്ചലമായി വിളിക്കുന്ന ഓരോന്നും അനാഥന്റെ ഭാഗങ്ങളിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. വിശുദ്ധ സഭയ്ക്ക് നിശ്ചയമാകും നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളം കൊണ്ട് ദൈവത്തെ അവളെ നിറയ്ക്കുകയും ചെയ്തു. മഹത്വത്തിന്റെ നിലയാക്കി നീ അവളെ ധരിപ്പിച്ചു. വെള്ളം കൊണ്ടും ആത്മാകൊണ്ടും അവൾക്ക് നീ വാഞ്ചിച്ചത് അവളെ നിന്റെ മണവാട്ടിയാക്കി തീർന്നു. ശത്രുവിന്റെ നിലയിൽ ശക്തിയോട് നീ ചവിട്ടി. ജയനൽകുന്നതിന്റെ തിരുശരീരവും തിരുരക്തവും അവൾക്ക് നീ മോദനമായി വടികോട് നൽകുകയും നിന്നെ സന്തോഷരക്ഷിക്കാൻ അവളെ പ്രശോഭിക്കുകയും ചെയ്തു. ദൈവിക ദാനത്താൽ അവളെ നിന്നോടുകൂടെ വസിപ്പിച്ച് വിശുദ്ധ ശ്രീകന്മാർ മുഖേന പരിപൂർണയാക്കി. സ്ത്രീ പുരുഷന്മാരുടെ വിവാഹം മുതലിൽ കൂടെ നിവൃത്തിയാകുന്നു. വിവാഹം ചെയ്തവരുടെ ആനന്ദവും
മോതിരത്തിൽ കൂടെ പൂർണ്ണമാകണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു ദൈവമായ കർത്താവേ. ഇപ്പോൾ നിന്റെ ബലഹീനദാസനായി ഞങ്ങൾ വാഴുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ കരുണാപൂർവ്വം വാഴ്ത്തി ഇവരുടെ ബന്ധത്തെ ശുദ്ധീകരിക്കണമേ. കർത്താവേ, ശുദ്ധ സഭയുടെ മോതിരത്തെ നീ വാഴ്ത്തിയ പ്രകാരം ദൈവികാശിസ്സുകളാൽ ഈ മോതിരങ്ങളെ വാഴ്ത്തണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ ഗണവാദൻ പുത്രിയായ ഗണവാദി ജ്ഞാനത്തിൽ പരിപൂർണനായി തീരണമേ. ഇവരുടെ വിവാഹം സകല മാറ്റങ്ങളിൽ ഒഴിഞ്ഞിരിക്കുവാൻ ചെയ്യണമേ. ഇഹത്തിലും പരത്തിലും അസംഗമായി സന്തോഷിക്കുവാൻ ഈ താൽക്കാലികമുള്ളവരുടെ ആയുഷ്കാലങ്ങളിൽ വിരോധത്തിലവരെ അനുകരിച്ച് വിശുദ്ധമാലാത്മാർ നിരന്തരം അനുഭവിക്കുന്നതിന്റെ സ്വകീയ വിടുതലേക്ക് അറിയിക്കേണ്ടത്. തിരുവൻപാകൽ സന്നിധനായിരിക്കുന്ന ജനസമൂഹത്തെ പാപങ്ങളിൽ നിന്നും അനീതിയിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പിഴകളിൽ സ്നേഹപൂർവ്വം നീ സ്വതന്ത്രമാക്കണമേ. ഇവർ നിന്റെ അനുഗ്രഹം പ്രാപിച്ച് എന്നെ പ്രകൃതിക്ക് തിരുവൻപാകുന്ന എന്നെയും പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും ഇടപെടാതെ സ്തുതിക്കുകയും ചെയ്യുവാനാകണമേ. നടപടികളുടെ നിത്യപരിമളം വീശുവാനും ഇവർ തമ്മിൽ യഥാർത്ഥ സ്നേഹവും ശാന്തിയും സമാധാനവും ഐക്യമുണ്ടാകുവാനും നീ ഇടയാക്കണമേ. ആത്മാവിലും ശരീരത്തിലുള്ള നൈർമല്യം കാക്കുന്നതിന് അന്യോന്യം സഹായിക്കുവാനും ഇവരെ ശക്തരാക്കണമേ. ഇവർ നിനക്ക് പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. കാരുണ്യത്താലും ബഹുലവും സനാതനവുമായ കൃപയാലും ഈ മോതിരങ്ങൾ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. വിശുദ്ധ സഭയുടെ മക്കളുടെ സന്തോഷപൂർത്തിക്കായി ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെടുന്നു. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലതു കൈ കരുണാപൂർവ്വം നിങ്ങളിലേക്ക് നീട്ടട്ടെ. നിന്റെ വിവാഹ ഉടമ്പടിയുടെ ഈ മോതിരത്തോടൊപ്പം
പ്രാപിക്കട്ടെ. നന്മകൾ നിറഞ്ഞതും വാഴ്വുകൾ നൽകുന്നതുമായ വലതുകൈ നിന്നോട് കൂടിയായിരിക്കുകയും ആയുഷ്കാലം മുഴുവൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ അനുഗ്രഹപൂർണമായ വലതുകൈ അദൃശ്യമായ നിങ്ങളിലേക്ക് നീട്ടട്ടെ. വിശുദ്ധ ശ്രീഹന്മാർ എന്ന പ്രകാരം വിശാചാര്യന്മാരുടെ കൈകളിൽ നിന്ന് നിന്റെ വിവാഹത്തോടും പിടിവിടമോതും നീ സ്വീകരിക്കുക. ആത്മശരുടെ ആരോഗ്യത്തോടും ഹൃദയ സന്തോഷത്തോടും കൂടി നമ്മുടെ കർത്താവിനും അവന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും നീ സ്തുതി സമർപ്പിക്കണം. സഭയുടെ സന്തോഷത്തെ തന്റെ അഭിഷിക്തൻ വഴി പൂർത്തീകരിച്ച ദൈവം അന്യോന്യം വിവാദിച്ചും ചെയ്തിരിക്കുന്ന ഈ മക്കളെ സത്യത്തിലും നീതിയിലും പൂർണ്ണരാക്കട്ടെ. തങ്ങൾ സ്വീകരിച്ച മോതിരങ്ങളോടുകൂടി സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർ പ്രാപിക്കട്ടെ. കർത്താവ് സകല കപട സ്നേഹവും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിക്കുവാൻ തക്കവണ്ണം സ്നേഹാഗ്നിയാലുള്ള ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. ലില്ലി പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാകതയും തങ്ങളുടെ മനസാക്ഷിയെ നയിക്കുവാൻ ഇവർക്കിടയാകട്ടെ. പാവനമായ വിവാഹത്തിന് നിർമ്മലവാദിയെ നശിപ്പിക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിക്കട്ടെ. കർത്താവ് പരിപാകതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിന്റെ റബേക്കായുടെ വിവാഹ നിശ്ചയം സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരുടെ ഉടമ്പടിയും നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണമാക്കട്ടെ. മണവാളനെ തന്റെ വീണ്ടെടുപ്പുഴ ആനന്ദിപ്പിക്കുകയും മണവാട്ടി അക്ഷയമായ മനോഹര ഭൂഷണങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്യട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് എന്നതിലധികമായി വിശുദ്ധിയുടെ മുദ്രയോട് ഇവർ അലങ്കരിക്കപ്പെടട്ടെ. ഇവരുടെ അന്യോന്യബന്ധവും സഹവാസവും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ സംസ്കരണത്തിനും ഉതകുവാൻ ദൈവമായ കർത്താവിടയാക്കട്ടെ. മനുഷ്യവർഗത്തെ ദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഈ മക്കളെ സംരക്ഷിക്കട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുൻപാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സന്തോഷകാലങ്ങളെയും നൽകണമേ. സുഹൃതങ്ങളാകുന്ന സമ്പത്ത് ഇവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തുകയും ഇവരുടെ സന്താനങ്ങൾക്ക് അത് അവകാശമായി കൊടുക്കുവാൻ സഹായിക്കുകയും ചെയ്യണമേ. വിജയപ്രദമായ സ്ലീബായാൽ ഈ മണവാളിനെയും മണവാട്ടിയും കാത്തുകൊള്ളണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഞങ്ങളെല്ലാവരിലും നിന്റെ കരുണ വർഷിക്കണമേ. സഭയം തിരുസഭയാ അത്യുന്നതനുടെ മണവാട്ടി വന്നു വിവാഹം ചെയ്തോനെ ഞാനിത വന്നി ചേരുന്നു. ദൈവം അംഗീകരിച്ച ഈ കർമ്മത്തിന് സാക്ഷികളാകുവാൻ ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ
നിങ്ങളുടെ പ്രയത്നത്തിന് 30, 60, 100 മടങ്ങ് അവൻ പ്രതിഫലം നൽകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും നന്മ ലഭിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ സ്ലീവ രാവും പകലും നിങ്ങളോടുകൂടി സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ആദ്യത്തെ ശുശ്രൂഷയുടെ പൂർണ്ണമാകുകയാണ്. മോതിരം വാഴ്ത്തലിൻ്റെ ശുശ്രൂഷയാണ് ഇവിടെ പൂർണ്ണമായിരിക്കുന്നത്. ഇവർ നൽകിയ മനസ്സമ്മതം ദൈവം സ്വീകരിച്ച് അതിനെ ഒരു കുദാശയാക്കി തീർത്ത് ജീവിതകാലം മുഴുവൻ പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും ശക്തിപ്പെടുത്തിയും ജീവിച്ചു കൊള്ളാമെന്ന് അവരെ പ്രതിജ്ഞ ചെയ്തത് ദൈവം സ്വീകരിച്ച് അനുഗ്രഹിച്ചിരിക്കുകയാണ്. വിവാഹിതരാകുന്നവർക്ക് ദൈവം സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹത്തിൻ്റെ കിരീടങ്ങൾ ഇപ്പോൾ നൽകുകയാണ്. അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ ഏവരെയും കുടുംബമായി അനുഗ്രഹിച്ച കർത്താവ് കുടുംബജീവിതത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഇവർക്ക് ഇപ്പോൾ നൽകുകയാണ്. നമുക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇവർ നൽകിയ മനസ്സമ്മതത്തിൽ ജീവിതകാലം മുഴുവൻ ഉറച്ചു നിൽക്കുവാനും അവരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം നയിക്കുവാനും ദൈവം അനുഗ്രഹിക്കാൻ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യനുമായ മണവറയ്ക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിന് ക്ഷണിക്കപ്പെട്ട അതിഥികളോടൊപ്പം നിന്റെ ശാശ്വത സന്തോഷത്തിലേക്ക് ഞങ്ങളെ ക്ഷണിക്കണമേ. അവരോടുകൂടെയും അവരുടെ ഇടയിലും ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതി സ്തോത്രവും അർപ്പിക്കും. love
യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതി എല്ലാ നേരവും ഇടപെടാതെ പാടുവാനിടയങ്ങൾ യോഗ്യരായി തീരണമേ. നിത്യനായ കർത്താവേ, സ്വർഗീയരും ഭൗമികരും നിന്നെ സ്തുതിക്കുന്നു. നീ അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനാകുന്നു. നീ മോചിക്കുന്നതെല്ലാം മോചിക്കപ്പെടുന്നു, ബന്ധിക്കുന്നതെല്ലാം ബന്ധിക്കപ്പെടുന്നു. മണവാളന്മാർക്കും മണവാട്ടികൾക്കും കിരീടം പ്രദാനം ചെയ്യുന്ന നിനക്ക് നിന്റെ ദാസരുടെ കിരീടങ്ങൾ വാഴ്ത്തുന്ന ഈ സമയത്തും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. സ്വർഗീയ സൈന്യങ്ങളും പരിസരത്തിനെ ബോധപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അംഗന്മാരുടെ ഗണങ്ങളുടെ പ്രാഭവത്തിൽ ഭയചകിതരാകുകയും ചെയ്തു. കർത്താവേ, അവർണിയമാനന്റെ കരുണയുടെയും നിസ്യവുമാനന്റെ ദയയുടെയും സമൃദ്ധിയാൽ എളിയവരായ ഞങ്ങളുടെ സ്തുതികളിൽ നീ സന്തോഷിക്കുന്നു. ബലഹീനരും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടവർ എന്നോട് യാചിക്കണമെന്ന് നീ ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. കൃപാദാനങ്ങളിൽ നീ ഉത്സുകനാകുന്നു. ശിക്ഷാർഹരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, ദേശാടനം ചെയ്യുന്നവരെ നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി കഴിയുന്ന സ്ഥിരവാസികളെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിധനായി നിന്റെ കരുണയുടെ നിഴലിലും ദയയുടെ തണലിലും സംഗീതം പ്രാപിച്ചിരിക്കുന്നവരെയും അനുഗ്രഹിക്കണമേ. എല്ലാ പ്രവൃത്തികളിലും നല്ലവരായി തീരുവാൻ ഇവരെ നീ സഹായിക്കണമേ. ഇവരുടെ പ്രയാണം നിന്റെ സത്യത്തിൽ കൂടെയാകുക, നിന്റെ നയപ്രമാണ മാർഗത്തിൽ ഇവരെ നയിക്കണമേ. സ്വർഗരാജ്യത്തിലെത്തിക്കുന്ന നിർമ്മാണയും സഞ്ചരിക്കാൻ അവർക്ക് നീ കൃപ നൽകണമേ. ഇവർ ആധ്യാത്മിക നഗരങ്ങളിൽ തൽപരരും പാപമാകുന്ന മരണത്തിൽ നിന്ന് അതിൻ്റെ ഒരു വൈരിക്കുവാനിടയാക്കണമേ. ഇവരൊരുമിച്ച് ശവിക്കപ്പെട്ട സാധാരണ ദാസ്യത്തിൽ നിന്ന് ഓടിയെന്ന് നിന്റെ പരിശുദ്ധിയെ ശ്രമിക്കുവാൻ തോന്നും ഇവരുടെ ഹൃദയങ്ങളിലേക്ക് പെടുത്തണമേ. ഒരാധ്യാത്മിക നഗരങ്ങളിൽ തൽപരരും ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട ലാഭമുണ്ടാക്കുന്നവരുമായി തീരട്ടെ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആധ്യാത്മിക മുതിരിത്തോട്ടത്തിൽ നീതിയുടെ വേലക്കാരും എന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും തീക്ഷ്ണതയുള്ളവരും ആക്കേണ്ടത്. ഞങ്ങളെ രക്ഷിതർക്ക് സദൃശ്യം പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നേതൃത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമാക്കി തീർക്കണമേ. ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരേണ്ടവേ. കർത്താവേ, ഞങ്ങളുടെ പരേതരായ വിശ്വാസികളെ ആശ്വസിപ്പിച്ച് നിന്റെ സ്വർഗരാജ്യത്തിൽ ആനന്ദിപ്പിക്കണമേ. ഉത്തമനും മനുഷ്യരിൽ പ്രതിയുള്ളവരുമാകുന്നല്ലോ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും സമയത്തിനെ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. സുന്ദരികളിൽ ജാതികളിൽ സോദരേ നിന്നവരങ്ങൾ മധുവാശിക്കുന്നു വസന സുഗന്ധം പരിമേക്കു സുസമം സഭയെ അഗ്രമലോകനെ മലിനത്തേണ്ടാക്കോ ശ്രീമായ ഭക്തി പരിണ രാജാവ ശിഹ Praise
കാനായിലെ കല്യാണ വിരുന്നിന് ക്ഷണിക്കപ്പെട്ട് വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയ മനുഷ്യസ്നേഹിയും നീതിയുടെയും സത്യത്തിൻ്റെയും മണവാളനുമായ കർത്താവേ, ഈ സ്വർണ്ണതൂപം കരുണാപൂർവം സ്വീകരിച്ച് നിന്റെ വിശുദ്ധ ബലിപീഠത്തിന് മുമ്പിൽ തലവെച്ച് നിൽക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. കരുണാപൂർണമായ നിന്റെ വലത്ത് ഇവരിൽ ആവസിപ്പിക്കണമേ. ഞങ്ങളെല്ലാവരും നിന്റെ വലത്തുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കാരുണ്യം ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രോർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഘോഷം ബഹുകുല വിശുദ്ധ പൗലോസ്ലീഹ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും വായിക്കുമോ? അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. മിശിഹായോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ മിശിഹാ തന്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. മിശിഹാ തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും. സഭ മിശിഹായ്ക്ക് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ മിശിഹാ സഭയെ സ്നേഹിക്കുകയും അവളെ ശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇതവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. മിശിഹാ സഭയെന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. ഞാൻ മിശിഹായെയും അവൻ്റെ സഭയെയും കുറിച്ചാണ് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെപ്പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. പാറിക്കുമോ? ഹല്ലേലൂയ ഹല്ലേലൂയ മോറിയ ബഹൈലഹ നഗരേ മൽകോ വഫുർകോ നക്തുദു റൗപോയി നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ആത്മാവിൽ ഉണ്ടായിരിക്കട്ടെ. നൽകുന്ന വചനമായി നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധായ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിച്ച വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് വന്നവനും പരിപാലിക്കുന്നതുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി അവനെ ചില സ്തുതികളും നാം എല്ലാവരും അവന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. മാതാവിൽ നിന്ന് ജഡം ധരിച്ചവനും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ ദൈവരക്ഷകനുമായ യേശുമിശിഹായുടെ പരസ്യ ജീവിത നാളുകളിൽ പ്രകാരം പഠിപ്പിച്ചു. അങ്ങനെ വിശ്വസ്യങ്ങൾ ഏറ്റുപറയുന്നു. ജോർദാനക്കരെ യൂദയായുടെ അതിർത്തിയിലെത്തി വലിയ ജനക്കൂട്ടങ്ങൾ അവനെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. പരീക്ഷന്മാരടുത്തിയെന്നവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, ശ്രേഷ്ഠാവാദി മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്നും
ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏകശരീരമായി തീരും എന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർതിരിക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. പ്രിയമുള്ളവരെ, ഏതാനും നിമിഷം ദേവാലയത്തിൽ നിങ്ങളിരിക്കണം. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങൾ, ദൈവത്തിൻ്റെ മഹാകരുണയാൽ ഒരു വലിയ ഉദാശ ആഘോഷത്തിന് നാം ഏവരും പങ്കാളികളായി തീരുകയാണ്. ദൈവത്തിൻ്റെ വലിയൊരു അഭിഷേകം, സ്വർഗത്തിൻ്റെ വലിയൊരു അഭിഷേകം ഈ മക്കളുടെ മേൽ വർഷിക്കുന്ന ഈ ഒരു സമയം ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഇവർക്ക് മംഗളങ്ങൾ നേരുവാനുമായിട്ടാണല്ലോ നാം എല്ലാവരും ഇപ്പോൾ ഈ ദേവാലയത്തിൽ കടന്നു വന്നിരിക്കുന്നത്. ഇന്നലെ വരെ ഞാനായിരുന്നവർ, ഇന്നലെ വരെ നീയായിരുന്നവർ, ഇന്നു മുതൽ ഇപ്പോൾ മുതൽ ഞങ്ങളായിക്കൊള്ളാമെന്ന നമ്മളായിക്കൊള്ളാമെന്ന ഈ ദേവാലയത്തിൽ വിശുദ്ധ ദ്രോണോസിൻ്റെ മുമ്പാകെ, വിശുദ്ധ ഏവൻഗേലിയുടെ മുമ്പാകെ ഈ വൈദികരെ മുഴുവൻ സാക്ഷി നിർത്തി ദൈവജനത്തിൻ്റെ മധ്യത്തിൽ തങ്ങൾ ആജീവനാന്തം ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു കൊള്ളാമെന്ന് ദൈവദർശനത്തിൽ വലിയൊരു ചുമതല ഏറ്റെടുക്കുകയാണ്. പ്രിയപ്പെട്ട സൂരജനും ശില്പിക്കും ജീവിതത്തിൻ്റെ എല്ലാവിധമായ മംഗളങ്ങളും പ്രത്യേകമായിട്ട് നേരുകയാണ്. മോതിരമാഴിൻ്റെ ശുശ്രൂഷ സമാപിച്ച് നാം കിരീടമാഴിൻ്റെ ശുശ്രൂഷയിലേക്ക് കടന്നിരിക്കുകയാണ്. മോതിരമാഴിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് ഈ പ്രിയപ്പെട്ട മക്കളും ദൈവവുമായി ഏർപ്പെടുന്ന വലിയൊരു ഉടമ്പടിയാണ്. ആ ഉടമ്പടി ഇതാണ്: ആജീവനാന്തം തങ്ങളുടെ ശ്വാസം നിലനിൽക്കുന്നിടത്തോളം കാലം ഭാര്യ ഭർത്താക്കന്മാരായി, ദമ്പതിമാരായി ദൈവത്തിനുമുൻപാകെ നീതിയോടെ ജീവിച്ചു കൊള്ളണമെന്ന് ഇവർ ഉടമ്പടി ചെയ്യുകയാണ്. ഇതൊരു എഗ്രിമെൻ്റ് അല്ല, ഇതൊരു കവനൻ്റാണ്, ഇതൊരു ഉടമ്പടിയാണ്. ദൈവവുമായി ഏർപ്പെടുന്ന ഒരു വലിയ ഉടമ്പടിയാണ്. ഈ ഉടമ്പടിക്ക് മുദ്രയാക്കിക്കൊണ്ടാണ് സഭയുടെ പുരോഹിതൻ ഇവർക്ക് മോതിരങ്ങൾ ആശീർവദിച്ച് നൽകുന്നത്. ഉടമ്പടിയുടെ മുദ്രയാണ് ഈ മോതിരം എന്ന് പറയുന്നത്. അങ്ങനെ മോതിരം ഇവർ തങ്ങളുടെ കരങ്ങളിൽ ഏറ്റുവാങ്ങിയപ്പോൾ അവർ ദൈവവുമായിട്ടുള്ള ഉടമ്പടിക്ക് മുദ്ര വെച്ച് കഴിഞ്ഞു, ഒപ്പുവെച്ച് കഴിഞ്ഞു. അപ്രകാരം ജീവിതത്തിൻ്റെ അന്ത്യം വരെയും ഈ മക്കൾ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ദമ്പതിമാരായി ജീവിച്ചു കൊള്ളാമെന്ന് ദൈവമുൻപാകെ പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞു. ഈ മക്കൾക്ക് എല്ലാവിധമായ മംഗളങ്ങളും ദൈവീക സ്തുതിപ്പുകളും പ്രത്യേകമായിട്ട് നേടുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലെ ഒരു സംഭവം ഈ മക്കളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചുകൊള്ളാം. പഴയ നിയമത്തിൽ തോബിത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ വളരെ മനോഹരമായ ഒരു വിവാഹ ചരിത്രം പറയുന്നു. ആ ചരിത്രം ഇപ്രകാരമാണ്: റഘുവേലിൻ്റെ മകളായ സാറ തോബിത്തിൻ്റെ മകനായ തോബിയാസിനെ വിവാഹം ചെയ്യാൻ പോകുന്നു. ആ വിവാഹം ഒരു അസാധാരണ വിവാഹമാണ്. അത് വിശുദ്ധ വേദപുസ്തകം ഞങ്ങൾ ഇന്ന് എടുത്തു വെച്ച് വായിക്കണം. ഇത് മാത്രമല്ല, ജീവിതത്തിൻ്റെ അന്ത്യം വരെ അത് വായിച്ചുകൊണ്ടേയിരിക്കണം. തോബിത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം. വിവാഹത്തിൻ്റെ ആദ്യ ദിവസം ഇവർ മണവറയിൽ പ്രവേശിച്ചു. മണവറയിൽ പ്രവേശിച്ചപ്പോൾ ഈ തോബിത്ത് തൻ്റെ ഭാര്യയായ സാറായോട് പറഞ്ഞു, മുട്ടുകുത്താൻ പറഞ്ഞു. അവൾ മുട്ടുകുത്തി. അവൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു: സർവശക്തനായ ദൈവമേ, ആദാമിന് വേണ്ടി ഹവ്വയെ സൃഷ്ടിച്ചവനെ, അബ്രഹാമിന് വേണ്ടി സാറായെ നൽകിയവനെ, ഇതാ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ സംയോജിപ്പിച്ചവനെ, ഞാനിതാ ഇവളെ ഭാര്യയായി സ്വീകരിച്ചിരിക്കുന്നു.
ദൈവമായ കർത്താവേ, ഇവളെ ഞാൻ ഭാര്യയായി സ്വീകരിച്ചിരിക്കുന്നത് ജഡീക അഭിലാഷപ്രകാരമല്ല, പിന്നെയോ നിഷ്കളങ്കമായ പ്രേമത്താലാണ്. ഇതേ വാക്കാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, നിഷ്കളങ്കമായ പ്രേമത്താലാണ്. എന്നിട്ട് അവൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവളോടൊപ്പം വാർദ്ധക്യം പിന്നിടുവാൻ നീ എന്നെ അനുഗ്രഹിക്കണം. ഇവളോടൊപ്പം വാർദ്ധക്യം പിന്നിടുവാൻ നീ എന്നെ അനുഗ്രഹിക്കണം. അവളുടനെ ആമേൻ പറഞ്ഞു, അവനും ആമേൻ പറഞ്ഞു. പിന്നീടുള്ള 14 ദിവസക്കാലം ഇവർ പിതാവായ റഘുവേലിനോടൊപ്പം താമസിക്കുക. 14-ാമത്തെ ദിവസം യഹൂദ പാരമ്പര്യം അനുസരിച്ച് പിതാവായ തോബിത്തിനെ കാണുവാനായിട്ട് ഈ തോബിയാസും സാറായും യാത്രയാകുന്ന അവസരത്തിൽ ഈ പിതാവ് ഈ മകൾക്ക് കൊടുക്കുന്ന ഒരു ഉപദേശം, ആ ഉപദേശം കാണാം, മകളെ, ഇന്നു മുതൽ തോബിയാസിൻ്റെ മാതാവും പിതാവും നിന്റെ മാതാവും പിതാവുമായിരിക്കും. മകളെ, ഇന്നു മുതൽ തോബിയാസിൻ്റെ മാതാവും പിതാവും നിന്റെ മാതാവും പിതാവുമായിരിക്കും. എന്നിട്ട് അടിവരയിട്ട് അവൾ കേൾക്കത്തക്ക രീതിയിൽ അവൻ പറഞ്ഞു കൊടുത്തു, നിന്നെക്കുറിച്ച് നല്ലത് മാത്രം കേൾക്കുവാൻ എനിക്കിട വരട്ടെ. നിന്നെക്കുറിച്ച് നല്ലത് മാത്രം കേൾക്കുവാൻ എനിക്കിട വരട്ടെ. അവർ യാത്രയ്ക്ക് ഒരുങ്ങുന്ന അവസരത്തിൽ ഈ സാറായുടെ മാതാവായ യഥനെ അവൾ കടന്നു വന്ന് അവളുടെ കരം പിടിച്ച് ഈ തോബിയാസിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ മകളെ നിനക്ക് ഞാൻ ഏൽപ്പിക്കുന്നു, നീ ഇവളെ ദുഃഖിപ്പിക്കരുത്. എൻ്റെ മകളെ നിനക്ക് ഞാൻ ഏൽപ്പിക്കുന്നു, നീ ഇവളെ ദുഃഖിപ്പിക്കരുത്. പ്രിയപ്പെട്ട സൂരജിനോടും ശില്പയോടും അവരെ ഓർമ്മപ്പെടുത്തുവാൻ, അവർ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടതുമായ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി വിശുദ്ധ വേദപുസ്തകം ഈ പ്രിയപ്പെട്ട മക്കളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ അന്ത്യം വരെയും മകളെ നിന്നെക്കുറിച്ച് നല്ലത് മാത്രം കേൾക്കുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഇടയാകട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഇന്നു മുതൽ എവിടെയാണ് വീടെന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം പറയാൻ പോകുന്നത്? അടൂരാണ് വീട്. തുമ്പോണ്ടാണോ? അല്ല, ഇന്നു മുതൽ അടൂരാണ് വീട്. അപ്പോൾ ഇന്നു മുതൽ തോബിയാസിൻ്റെ മാതാവും പിതാവും നിന്റെ മാതാവും പിതാവുമായിരിക്കും. ഇന്നു മുതൽ സൂരജിൻ്റെ പിതാവായ കുര്യൻ ബഹനാനും മാതാവായ മിനിയും സ്വന്തം മാതാവും പിതാവും ആയിരിക്കും. കോട്ടയ്ക്കിലെ വീടപ്പെട്ട് പ്രിയപ്പെട്ട സൂരജിനെ ഓർമ്മപ്പെടുത്താനുള്ളത്, ത്യാഗത്തോടുകൂടി അവൾ വളർത്തിയെടുത്ത മകളെ സുരക്ഷിതമായ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തോബിയാസിനുണ്ട് സാറായുടെ മാതാവ് പറഞ്ഞതുപോലെ ഈ കുട്ടിയെ ഒരിക്കലും ദുഃഖിപ്പിക്കരുത്, ഈ മകളെ ഒരിക്കലും ദുഃഖിപ്പിക്കരുത്. അപ്പോൾ ദൈവത്തിൻ്റെ വലിയ കരുണയും വലിയ കരുതലും വലിയ സ്നേഹവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇന്ന് കാണുന്ന ജീവിതത്തിൻ്റെ ഈ പുറംപൂച്ചകളൊക്കെ മാറിപ്പോകും. നിങ്ങളുടെ ജീവിതത്തിൽ വേദനകളുണ്ടാകും, ദുഃഖങ്ങളുണ്ടാകും, ക്ലേശങ്ങളുണ്ടാകും, തെറ്റിദ്ധാരണകളുണ്ടാകും. അപ്പോഴൊക്കെ ദൈവത്തെ മുൻനിർത്തി ജീവിക്കുവാൻ ഓർമ്മിച്ചുകൊള്ളണം. നിങ്ങളെ ഫലമേൽപ്പിച്ച ഈ ഒരു വലിയ ഉത്തരവാദിത്വം അത് ജീവിത അന്ത്യം വരെയും നിലനിർത്തുവാൻ വേണ്ട കൃപയ്ക്കായിട്ട് എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയുടെ മധുരസ്വരം എന്നും നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ക്രൈസ്തവ ദാമ്പത്യ ജീവിതം ഏറ്റവും അനുഗ്രഹകരമായി തീരുകയുള്ളൂ, ഏറ്റവും സന്തോഷകരമായി തീരുകയുള്ളൂ. ദൈവത്തിൻ്റെ മഹാകരുണയും കരുതലും അഭിഷേകവും എന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങണം, പരസ്പരം പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുക മാത്രമല്ല, കരങ്ങൾ കോർത്ത് പിടിച്ച് നിന്ന് പ്രാർത്ഥിക്കണം, കരങ്ങൾ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കണം. ഇന്ന് നിങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ച ഒരു സാഹചര്യമല്ല, അവരുടെ മധുവിധകാലത്തെ ഒരു സാഹചര്യമല്ല ഇന്നത്തേത്. നിങ്ങളുടെ വല്യപ്പച്ചനും വല്യമ്മച്ചിയും ജീവിച്ച ഒരു കാലഘട്ടമല്ലിത്. നിങ്ങളുടെ മുമ്പിൽ വലിയ വെല്ലുവിളികൾ കടന്നു വരും.
വലിയ വലിയ വെല്ലുവിളികൾ കടന്നു വരും. അപ്പോഴൊക്കെ നിങ്ങളെ കൂട്ടിച്ചേർത്ത് ദൈവത്തിൻ്റെ മുമ്പിൽ വിശ്വസ്തയോടെ നിൽക്കുവാൻ, ദൈവസ്നേഹത്തിൻ്റെ മാധുര്യം അനുഭവിച്ച് അത് പങ്കുവെച്ച് ജീവിപ്പാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിനുവേണ്ടി നിരന്തരമായിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ പറയും, ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾ ഒരു നേരമെങ്കിലും ഉപവസിച്ച് പ്രാർത്ഥിക്കണം. റെഡിയാണോ സൂര്യൻ? ശില്പ റെഡിയാണ്. ആഴ്ചയിൽ ഒരു ദിവസം ഒരു നേരം നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ വലിയ കരുണയും കരുതലും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. അവൻ കൃപ കൊണ്ട് നിങ്ങളെ നിറയ്ക്കും. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം നിങ്ങൾക്ക് സന്തോഷകരമായി മാറും. സന്തോഷിക്കുകയും വിശുദ്ധ പൗലോസ് അവതരിക്കുന്നത് പോലെ വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, സന്തോഷിക്കുകയും. ജീവിതത്തിൽ എന്നും സന്തോഷിക്കണം. ശില്പയെ ഓർത്ത് സൂരജ് സന്തോഷിക്കണം. സൂരജിനെ ഓർത്ത് ശില്പ സന്തോഷിക്കണം. അഭിമാനത്തോടെ പറയണം, ശില്പ ഈസ് മൈ ഓൺ. തിരിച്ചും പറയണം, ഞാനതിൽ അഭിമാനിക്കുന്നു, ഞാനതിൽ അഭിമാനിക്കുന്നു. എൻ്റെ ഭർത്താവായി എനിക്ക് സൂരജിനെ ലഭിച്ചതിൽ ദൈവമേ നിനക്ക് ഞാൻ നന്ദി പറയുന്നു, നിനക്ക് ഞാൻ നന്ദി പറയുന്നു. അങ്ങനെ നിങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചതുകൊണ്ടാണ് അവർ ഉത്തമരായ സന്താനങ്ങളെ ദൈവം കൊടുത്തത്. അവർ മാതൃകാപരമായ ജീവിതം നയിച്ചതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വലിയ കൃപയും അഭിഷേകവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അതുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാവിധമായ മംഗളങ്ങളും നിങ്ങൾക്ക് പ്രത്യേകം നേരുകയാണ്. പ്രിയപ്പെട്ട റോയി എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, എവിടെ നിന്നാണ് ആലോചന എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, തുമ്പോണിൽ നിന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏതാ തുമ്പോണ, ഏത് വീടാണെന്ന് ചോദിച്ചു. ആരുടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, കോട്ടയത്തിലെ ഷാജിയുടെ മകളാണെന്ന് പറഞ്ഞു. ഷാജിയെ വളരെ കാലങ്ങൾക്ക് മുമ്പ് പരിചയമുള്ള ഒരു വ്യക്തിയാണ്. നമ്മുടെ സഭയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ട ഷാജി. അത് വിൻസെൻ്റ് ഇപ്പോൾ സഖ്യമായിക്കൊള്ളട്ടെ, നമ്മുടെ MC ആയിക്കൊള്ളട്ടെ, സഭയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ട ഷാജി. അതിനേക്കാൾ ഉപരി പ്രിയപ്പെട്ട തോട്ടത്തിൽ കുടുംബം ഈ ഇടവകയുടെ അവിഭാജ്യ ഘടകമാണ്. ഇതിന് ഈ ഇടവകയുടെ നേതൃത്വത്തിൻ്റെ വലിയ ഒരു ഭാഗമാണ് പ്രിയപ്പെട്ട റോയിയും പ്രിയപ്പെട്ട മിനിയുമൊക്കെ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന വൈദികരെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനത്തോടെ ഞങ്ങളുടെ സ്വന്തം ഭവനം പോലെ കയറി ചെല്ലാവുന്ന ഒരു ഭവനമാണ് ഈ ഒരു ഭവനം എന്ന് പറയുന്നത്, തോട്ടത്തിലെ കുടുംബം എന്ന് പറയുന്നത്. അത് ശില്പയെ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വലിയ ഒരു കരുണയും കരുതലും സ്നേഹവും എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഇന്ന് നിങ്ങൾ എന്ത് സ്വപ്നം കണ്ടുവോ അത് ജീവിതം അന്ത്യം വരെ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ നാമത്തിൽ, ഇവിടെ കൂട്ടിയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ പ്രിയപ്പെട്ട സൂരജനും ശില്പയ്ക്കും ജീവിതത്തിൻ്റെ എല്ലാവിധമായ മംഗളങ്ങളും നേരുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും അഭിഷേകവും നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഇവരീശ്വരത്തിന് പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ എൻ്റെയും അടൂർ തിരുഹൃദയ ദേവാലയത്തിലെ വിശ്വാസികളുടെയും പേരിൽ ഇവർക്ക് കുടുംബജീവിതത്തിൻ്റെ എല്ലാ നന്മകളും ഞാൻ നേരുന്നു. നമുക്ക് എഴുന്നേറ്റ് നിന്ന് തുടർന്നുള്ള ശുശ്രൂഷകളിൽ പങ്കെടുക്കാം. ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെടുന്നു. വാനിൽ
ഇമ്പം നൽകൂ നാഥാ. മുടിയാൽ മണവാളനും മണവറയാൽ മണവാട്ടിക്കും ശത്രുവിന്റെ സർവശക്തിക്കുമെതിരായി അജയ്യമായ ആയുധം നിന്നെ ധരിപ്പിക്കുകയും ചെയ്യട്ടെ. ഇമ്പം നൽകൂ നാഥാ. മുടിയാൽ മണവാളനും മണവറയാൽ മണവാട്ടിക്കും Soya, no.
സമാധാനം സ്തുതിയർപ്പിച്ചുകൊണ്ട് ആയുഷ്കാലമെല്ലാം സന്തോഷിക്കുവാൻ നിനക്ക് സംഗതിയാകട്ടെ. ശ്ലീബായുടെ ചിഹ്നം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ആശീർവദിക്കപ്പെടുന്നു. മനുഷ്യന്റെ ജീവിതത്തിൽ ഇഷ്ടം തോന്നുന്ന കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ സന്തുഷ്ടനായി നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ മണവാളനായ മിശിഹായുടെ യഥാർത്ഥ മണവാളത്വത്താൽ നിങ്ങൾ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മിശിഹാ തന്റെ സഭയിൽ സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും അന്യോന്യം സന്തോഷിക്കുവാൻ ഇടയാകട്ടെ. കരുണയുള്ള തന്റെ വലത്ത് കൈ നിങ്ങളുടെ മേൽ ആവശ്യമിച്ച സകല ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കട്ടെ. സമാധാനദൂതൻ നിങ്ങളോടുകൂടെ ചതിയിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. മാരകമായ സ്വയിൽ നിന്നും ദൈവം നിങ്ങളെ രക്ഷിക്കുകയും പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങൾ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്ക് യാക്കോബിലും യൗസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങളും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. നിങ്ങൾ വർദ്ധിച്ചു വരിക ഭൂമിയിൽ നിറയുകയെന്ന് നോഹയോട് മക്കളോട് കൽപ്പിച്ചുകൊണ്ട് ദൈവം അവരെ അനുഗ്രഹിച്ച വാഴ്വ് നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും കൊടുത്ത അനുഗ്രഹം നിങ്ങളിലും വസിക്കട്ടെ. ആകാശത്ത് നിന്ന് മഞ്ഞും മഴയും ഭൂമിയിൽ പാതിപ്പിക്കുന്ന സർവസൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. എന്റെ പിതാവിലെ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ഐശ്വര്യങ്ങളാലും സമ്പാദ്യങ്ങളാലും സൗഭാഗ്യങ്ങളാലും ദൈവം നിങ്ങളെ സമ്പന്നരാക്കട്ടെ. മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചുകൊണ്ടുള്ള മണവാട്ടിയോട് ഉടമ്പടി ചെയ്യാൻ സീനായി മലയിലിറങ്ങിയ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ സംഘത്തെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി അർപ്പിക്കാം. ും
വിശ്വാസികളെ നിർദോഷിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും തൽപരരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം സ്വീകരിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ ധരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ സിംഹാസനമായ ബലിപീഠത്തിന്റെയും ശ്ലീബായുടെയും വിശുദ്ധായ എവങ്കേലിയോന്റെയും ഈ സമൂഹത്തിന്റെയും മുൻപാകെയുമാകുന്നുവെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുവാൻ. മനോഗതങ്ങൾ അറിയാത്തവന്റെ അല്ല, അറിയുന്നവന്റെ സന്നിധിയിൽ അത്രേ നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഇപ്പോൾ മുതൽ ഞാൻ നിങ്ങളെ അന്യോന്യം പരിവർത്തിക്കുന്നു. എനിക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കുന്നു. നിങ്ങൾ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്യുന്ന പക്ഷം ഞാനതിൽ കുറ്റമില്ലാത്തവനായിരിക്കും. പട്ടക്കാരിലും ശമാശിമാരും വിശ്വാസികളായ ജനത്തിൽ മണവാളിനും മണവാട്ടി ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും സമൃദ്ധമായി ആവശ്യിക്കുമാറാകുന്നു. അനുഗ്രഹീതയും ദൈവമാതാവുമായ വിശുദ്ധകന്യകാമാതാവിന്റെ നമ്മുടെ കർത്താവിനെ സ്നേഹിച്ചു കൊടുത്ത കൽപ്പനകൾ ആചരിച്ച സകല പരിശുദ്ധന്മാരുടെ പ്രാർത്ഥന മുഖാന്തരം ഈശോമിശിഹായുടെ വലത്തുകയും നാം എല്ലാവരിലും എപ്പോഴും വസിക്കുവാൻ ഇടയാണ്. പ്രിയ വിശ്വാസികളെ, അനുശാസനങ്ങൾ നിങ്ങളെല്ലാവരും കൂടിയാകുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുക. നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയുടെ ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് ശ്രദ്ധിക്കുക. എന്നാൽ അവൾ സ്വജനങ്ങളെ വിട്ട് ഭർത്താവിനോട് യോജിച്ചിരിക്കുന്നു. അതിനാൽ അവൻ അവളെ പ്രീതിപ്പെടുത്തി അവളോട് ദയാപൂർവ്വം വർദ്ധിക്കണം. സ്വപ്രാണനെ പോലെ അവൻ അവളോട് വർദ്ധിക്കണം. അവൻ വിശന്നിരുന്നാലും അവൾക്ക് ഭക്ഷണം കൊടുക്കണം. അവൻ ദാഹിച്ചിരുന്നാലും അവൾക്ക് കുടിക്കാൻ കൊടുക്കണം. അവളും അവനെ യഥോചിതം പരിചരിക്കാൻ കടപ്പെട്ടവളാകുന്നു. സകലത്തിലും സൗഹാർദ്ദത്തോടും സ്നേഹത്തോടും കൂടി അവൾ അവൻ്റെ അടുക്കൽ പെരുമാറണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധന്മാരെ നിങ്ങൾ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആത്മീയമായ ശുശ്രൂഷയെ സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ വിശ്വാസികളായ പരേതരെ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവേ, ബലഹീനമുള്ളതും കുറ്റമുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനയും നമസ്കാരവും നിന്റെ ഉന്നതയും കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയും ആക്കി തീർക്കണമേ. വിഷയമാദേശം ഓശോ ഏതൻ തോട്ടം നട്ടോനേ, നീയാണെൻ യുവമണവാളൻ. നിൻ തോട്ടത്തിൽ നിൻ പേർക്കായി വീശിച്ചിടുക കുളിർത്തിന്നൽ. സത്യമണാളാ നീതി ഞാൻ നാഥ, ഞാൻ നിൻ മണവാട്ടി. നീയാണെൻ തണലും താങ്ങും, ചെയ്യണമെന്നോട് കാരുണ്യം.
കുളിർത്തിന്നൽ സത്യമാണാളാ നീതി നാഥ ഞാൻ നിൻ മണവാട്ടി നീയാണിൻ തണലും താങ്ങും ചെയ്യണമെന്നോട് കാരുണ്യം സൂര്യൻ്റെയും ശില്പയുടെയും അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാൻ ഒരവസരം തന്ന് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. അബ്രഹാമിനെയും സഹാക്കിനെയും യാക്കോബിനെയും ഞങ്ങളുടെ പിതാക്കന്മാരെ എല്ലാവരെയും അനുഗ്രഹിച്ച കർത്താവ് ഇവരെ അനുഗ്രഹിക്കട്ടെ. കുടുംബജീവിതത്തെക്കുറിച്ച് സ്വപ്നം കണ്ടപ്പോൾ എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് ഇവരെ ആഗ്രഹിച്ചത്. ആ അനുഗ്രഹങ്ങളൊക്കെ കർത്താവ് ഇവർക്ക് കൊടുത്ത് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കുടുംബ ജീവിതം കണ്ടിട്ട് ജനം പറയട്ടെ, ഇവരെ കർത്താവിനാൽ അനുഗ്രഹിക്കണമേ. മാനവും മഹത്വവും എപ്പോഴും നിനക്കുള്ളതാകുന്നു. ആമേൻ. Just don't understand. We're just living for the moment, yeah. We don't need a plan, and we don't care about tomorrow. Oh, just take my hand, names out in the sand, never, never looking back, yeah. I don't care what the people say, I'ma love you always. Give me good love, oh yeah. Not gonna stop, no way, no way, no. I don't care what the people say, I'ma love you always. Give me good love, oh yeah. Not gonna stop, no way, no way, no. Not gonna stop, no way, no way, no. Not gonna stop, no way, no way, no. You and I are just a beautiful disaster, yes. Don't care what nobody says. You got what I want, you got what I need. Come on and run away with me, yeah. We don't need a plan, and we don't care about tomorrow. Oh, just take my hand, names out in the sand, never, never looking back, yeah. I don't care what the
धागे तोड़ लाओ चांदनी से नूर के, घूंघट ही बना लो रोशनी से नूर के। धागे तोड़ लाओ चांदनी से नूर के, घूंघट ही बना लो रोशनी से नूर के। शर्मा गई तो आगोश में लो, हो सांसों से उलझी रहे मेरी सांसें। बोल न हल्के हल्के, बोल न हल्के हल्के, होंठ से हल्के हल्के, बोल न हल्के। बोल न हल्के हल्के, बोल न हल्के हल्के, होंठ से हल्के हल्के, बोल न हल्के। नींद का सौदा करें, एक ख्वाब दे, एक ख्वाब ले। एक ख्वाब तो आँखों में है, एक चाँद के तकिए तले। कितने दिनों से ये आसमां भी सोया नहीं है, इसको सुला दे। बोल न हल्के हल्के, बोल न हल्के हल्के, होंठ से हल्के हल्के, बोल न हल्के। बोल न हल्के हल्के, बोल न हल्के हल्के, होंठ से हल्के हल्के, बोल न हल्के। मबनी लगा उम्रें लगी कहते हुए, दो लफ्ज थे एक बात थी। वो एक दिन 100 साल का, 100 साल की वो रात थी। कैसा लगे जो चुपचाप दोनों ओ पल पल में पूरी सदियां बिता दें। കാറ്റു വന്നു കാതിൽ പറഞ്ഞു, നീ എന്നും എന്നും എന്റേതു മാത്രം. ഉരുകുമെന്നിശ്വാസമായി ഉയിരിനെ പുൽകിടുമോ എൻ മൗനങ്ങൾ തേടും സംഗീതമേ.
ലോകം നൽകിയിടും സ്നേഹത്തേക്കാൾ അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. നിത്യരക്ഷയാൽ എന്നെ രക്ഷിച്ചു, നിത്യരക്ഷയാൽ എന്നെ രക്ഷിച്ചു, ഏകരക്ഷകൻ യേശുവിനാൽ, ലോകരക്ഷകൻ യേശുവിനാൽ. ഇപ്പോഴെന്തോ ചെയ്യേണ്ടു നിനക്കേ നന്ദി കൊണ്ടെന്നെ വന്നേ സന്നാമോടെ സ്തുതി പാടിടുന്നേ ദേവസന്നാമോടെ സ്തുതി പാടിടുന്നേ. വിലയേറ്റം പാവട്ടാടി അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്കുകളുടെ സുവിശേഷം ഈ ഭവനത്തിൽ അങ്ങയുടെ പാതപടത്തിലേക്ക് എത്രത്തോളം ഞങ്ങളെ കാത്തുകൾ പാലിച്ചു. പ്രതികൂല സാഹചര്യങ്ങളിൽ അനുഗ്രഹമായിട്ട് ഞങ്ങളെ വഴി നടത്തിയ എല്ലാവരും കർത്താവിൻ്റെ വാഹരായിരിക്കുന്ന നിർമ്മലി ശില്പിയാവട്ടെ മനുഷ്യനേയനായിരിക്കുന്നതെല്ലാം അവരെ കൂട്ടിച്ചേർത്ത കൃപയ്ക്കാണ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിലാണ് ഞങ്ങളെ സഹായിക്കുന്നത്. യഹോവ വസിക്കുന്ന കുടുംബം അവർക്കുണ്ടാവാൻ തക്കണം ഇരു ഭവനക്കാരെയും പ്രത്യേകരങ്ങൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിപ്പാൻ തക്കണം, സ്നേഹത്തോടെ വർദ്ധിപ്പാൻ തക്കണം ഓരോരുത്തരെയും സഹായിക്കണം. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണം. തുടർന്നുള്ള യാത്രയിൽ കൂടെ ഇരിക്കണം. ഓരോരുത്തരുടെയും ഭവനങ്ങൾ എത്തിച്ചേർന്നതിനെ മഹത്വപ്പെടുത്താൻ സഹായിക്കണം. മനോമഹത്വപ്പെടുത്താൻ യേശു നാട്ടിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. സ്വർഗസ്വനായ കൃപാകരമറിയമേ നിനക്ക് സമാധാനം. ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ നിർവാഹരായിരിക്കുന്ന അതിൻ്റെ മക്കളുടെ പേര് സ്ത്രീകൾ ഓരോരുത്തരുടെ പേര് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നതാകട്ടെ. നീയില്ല നേരം കാറ്റിൻ്റെ വാതിൽ ചാരാതെ പോകുന്നു, മാമ്പൂക്കൾ പൂക്ക നീഹാരം പെയ്യ